ചാരത്തിരുന്ന് കാണാം കരയാം താതന്റെ നെഞ്ചോട് ചാരിക്കിടക്കാം. സ്നേഹത്തിൻ എരിത്തി ചെടിയുടെ ചൂടേറ്റ് ഉള്ളിൽ ഒരു സ്നേഹജ്വാല തെളിക്കാം. ചാരത്തിരുന്ന് ഒരു വെളിപ്പാടകലെ ഒരു കല്ലേറു ദൂരം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. ഒരു കല്ല് ചെന്ന് വീഴാവുന്ന ദൂരം, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരം. ഇതൊക്കെ ഒരു പരിധികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ എല്ലാം കടന്നു പോകുന്ന ഒരു ദൂരമുണ്ട്, ഒരു മൗനത്തിൻ്റെത്. ഈ പ്രപഞ്ചവും കടന്ന് ദൈവത്തിന്റെ മനസ്സിൽ ചെന്ന് മുട്ടി വിളിക്കുന്ന ഒരു ദൂരം. ഇത് പ്രാർത്ഥനയുടെ ഒരു മൗനത്തെക്കുറിച്ചാണ്. ഒരു ഗുരു തന്റെ ശിഷ്യന്മാരെ പലയിടങ്ങളിലേക്ക് സുവിശേഷ വേലകൾക്കാക്കി അയക്കുന്നു. എന്നിട്ട് ഒരു വേള അവരെ ഒന്ന് തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു പാറപ്പുറത്ത് കയറിയിരുന്ന് മിഴിപൂട്ടി പ്രാർത്ഥിക്കുന്നു. പിറ്റേ ദിവസം മുതൽ ഈ രണ്ടുപേർ മടങ്ങിയെത്തുകയാണ്. അവർ പറയുന്നു, ഞങ്ങൾ പലയിടങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രചോദനമുണ്ടായി, തിരിച്ച് അങ്ങയുടെ അടുക്കലേക്ക് വരണം. ഒരുപാട് ദൂരങ്ങളും കടന്നു ചെന്ന് ഇവരെ തിരിച്ചു വിളിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മൗനമാണിത്. മൗനം തീരെ നഷ്ടപ്പെട്ടു പോയ, ഒന്ന് ശാന്തമായി ഇരിക്കാനാവാത്ത ഒരു കാലത്തിലാണ് നമ്മൾ. ഈ മൗനമില്ലാത്ത അവസ്ഥകള്, ശാന്തതയില്ലാത്ത ജീവിതാവസ്ഥകള് എല്ലാ കാറ്റിലും നമ്മളെ എടുത്തുകൊണ്ടു പോവുകയാണ്. റോഡിലൂടെ പോകുന്ന ഒരു വാഹനത്തിന്റെ ശബ്ദമോ, പെട്ടെന്ന് കേൾക്കുന്ന ഒരു ഇടിമുഴക്കവോ, അങ്ങനെ ചില ശബ്ദങ്ങളൊന്നുമല്ല നമ്മുടെ മൗനത്തെ ഭഞ്ജിക്കുന്നത്. ചില സംഭാഷണങ്ങൾ, അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾ, നിറം പിടിപ്പിച്ച പത്രവാർത്തകൾ, നിരവധിയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മായ കാഴ്ചകൾ, ഇതൊക്കെയാണ് നമ്മുടെ മൗനം തകർക്കുന്നത്. നമ്മൾ ഈ കണ്ടതും കേട്ടതും വായിച്ചതും ഒരു യാത്രയിലൂടെ സംവഹിച്ചു കൊണ്ടുപോയ എല്ലാം കൂടെ നമ്മുടെ ഉള്ളിലൊരു പ്രക്ഷുബ്ധമായൊരു ലോകത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഇഴപിരിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തതയിലേക്ക് പ്രവേശിക്കാൻ ഒരു മൗനം ആവശ്യമാണ്. ഓരോ കാഴ്ചകളും നമ്മുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. ഒരു വീടിനുള്ളിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെൺകുട്ടി പേടിച്ചിരണ്ട് കട്ടിലിനടിയിലേക്ക് ഓടിക്കയറുന്നു. അവൾ പറയുന്നു, ഈ വീടിനുള്ളിൽ ആരോ ഇരിപ്പുണ്ടെന്ന്. കാരണം പണ്ടെന്നോ കണ്ട ഒരു TV സീരിയൽ ഒരു കഥാപാത്രം മനസ്സിൽ തറഞ്ഞു പോയതാണ്. ഏകാന്തതയുടെ നിമിഷങ്ങളിൽ പെട്ടെന്ന് ആൾ രൂപം കണ്ടതുപോലെ മനസ്സ് പ്രക്ഷുബ്ധമായി കഴിഞ്ഞു. വേറൊരു കുട്ടി പറയുന്നത്, ഇതാ വീടിന് പുറത്തുള്ള ഒരു ഘോഷയാത്ര പോകുന്നു. കാരണം എന്താണ്? കൂട്ടുകാർ ഹോസ്റ്റലിൽ ഒരുമിച്ചിരുന്ന് പ്രേതകഥകൾ പറഞ്ഞ് രസിച്ചതിൻ്റെതാണ്. ഇതെല്ലാം മനസ്സിനെ പ്രക്ഷുബ്ധമായിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഏകാന്തതകളിൽ അത് നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു കടക്കാൻ ഒരു മൗനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് തന്നെ തിരിച്ചറിയുകയാണ്. ഈ ചില പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ എന്നതുകൊണ്ട് മാത്രമല്ല, ഈ മൗനത്തിന് വലിയ ആഴമുണ്ട്, വലിയ ഊർജമുണ്ട്. ഈ മൗനത്തിന് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് സംസാരിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഓരോ പുതിയ വാക്കുകൾ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ, എന്നാൽ ചിലപ്പോൾ അതിനേക്കാൾ പ്രസക്തമാണ് ഒന്ന് മൗനമായിട്ടിരിക്കാൻ കൂടെ അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ മൗനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ക്രിസ്തു തന്റെ ജീവിതത്തിലേക്ക്, പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സമൂഹത്തിന് വേണ്ടി താൻ തന്റെ ജീവിതം സമർപ്പിക്കുന്നു. ഈ സമൂഹത്തിൽ താൻ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ചെയ്യേണ്ടത്, ജീവിത ശൈലി എന്തൊക്കെയായിരിക്കണം. ഒരുപക്ഷെ ഒരു തച്ചൻ ആയി കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സിൽ ആയിരിക്കേണ്ട ചില മേഖലകളെ കുറിച്ചുള്ള ചിന്തയും ചില അവ്യക്തതകളുമുണ്ട്. അവനിതാ ഒരു മരുഭൂമിയിലേക്ക് പോവുകയാണ്, നീണ്ട 40 ദിവസത്തെ മൗനത്തിലേക്ക്. അവിടെ അവൻ പ്രാർത്ഥനയും ഉപവാസത്തിലും കഴിച്ചുകൂട്ടി എന്ന് പറയുമ്പോഴും ഒരു മൗനത്തിലേക്ക് അവൻ കടന്നുപോയി എന്ന് പറയുന്നതായിരിക്കും ഏറെ കൃത്യമെന്ന് തോന്നുന്നു. കാരണം ഈ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഒക്കെ
അവൻ കൂടെ കൂടെ വിജന സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു, ഏകാന്ത സ്ഥലങ്ങൾ. അപ്പോൾ അവൻ 40 ദിവസത്തെ മൗനത്തിലേക്ക് കടന്നുപോയി. ഈ മൗനത്തിന്റെ വേളകളിൽ അവൻ സ്വന്തം ജീവിതത്തെ കണ്ടെടുക്കുകയാണ്, ഉള്ളിലെ ആത്മീയ സാധ്യതകളെ തിരിച്ചറിയുകയാണ്, പ്രലോഭനങ്ങളുടെ സാധ്യതകളെ തിരിച്ചറിയുകയാണ്. ജീവിതത്തിന്റെ പതിരും കതിരും കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തതയിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ പിന്നീട് തിരിച്ചു വന്ന് പറയുന്നത്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുവാനും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനും അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഉള്ളിലെ പ്രലോഭനങ്ങളുടെ സാധ്യത ഒരു മൗനത്തിലൂടെ തിരിച്ചറിഞ്ഞ്, ഉള്ളിലെ ആത്മീയ സാധ്യത തിരിച്ചറിഞ്ഞ്, വചനത്തിന്റെ ശക്തിയിൽ ഈ പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ച് കൃത്യമായൊരു ദിശാബോധത്തിലൂടെ പ്രവേശിക്കുന്ന ക്രിസ്തു ഇതാ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തതയിലേക്ക് പ്രവേശിക്കുന്നു. നീ എന്താണ് ചെയ്യേണ്ടത്? ഒരു മൗനം അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ വ്യക്തതയാണ്. ഒരുപാട് കഥകൾ കേട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും ഒരുപാട് ചർച്ചകൾ ചെയ്തും പക്ഷേ മൗനമില്ലാത്തതിനാൽ നമ്മുടെ ജീവിതത്തിന് ഒരു വ്യക്തത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ക്ലാസ്സിലേക്ക് കയറി വരുന്ന ഒരു അധ്യാപകൻ വേദപാഠ ക്ലാസ്സിൽ കുട്ടിയോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഉപമ പറയുക. ആർക്കും അറിയാൻ പാടില്ല, ആവർത്തിച്ച് കേട്ട ഉപമ. ഒരു കുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഒരു ഉപമ. ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാർ അയാളെ ആക്രമിച്ചു, വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കി. ഒരു വിതക്കാരൻ അതുവഴി വന്നു. അയാൾ ഈ കഷ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി വിതച്ചു. വിതച്ചതിൽ ചിലത് വഴിയരികിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു. ബാക്കി വന്നവ 12 കുട്ട നിറയെ ശേഖരിച്ചു. 5000 പേർ നോക്കി നിൽക്കെ 2 മീനുകൾ കിട്ടുകൊടുത്തു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാം കേട്ട് അവനൊരു പുതിയ ഉപമ രൂപപ്പെടുത്തി. ഈ ഉപമ പോലെയായി മാറി എല്ലാവരുടെയും ജീവിതം. ഒരുപാട് നല്ലതും ചീത്തയുമായ കഥകൾ കേട്ട് ഈ ഉപമ പോലെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത നഷ്ടപ്പെട്ടു. ആർക്കും ഇനി തിരിച്ചു വരാനാവാത്ത വിധത്തിൽ ഇതാ ഒരു മൗനത്തിലൂടെ ഇനി തിരിച്ചു വരണമെന്നുള്ളതാണ്. ക്രിസ്തു ഒരു മൗനത്തിലൂടെ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തതയുമായിട്ട് ഇതാ തിരിച്ചു പ്രവേശിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുവാനും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനും അവിടുന്ന് തന്നെ നിയോഗിച്ചിരിക്കുന്നു. സ്നാപയോഹന്നാനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഈ സ്നാപയോഹന്നാനും മരുഭൂമിയിലെ നീണ്ട ഏകാന്തതയിൽ നിന്ന് പ്രവേശിക്കുകയാണ്. ഈ സ്നാപയോഹന്നാന് ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തതയുണ്ട്. തന്റെ അടുക്കിലേക്ക് വന്നിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഇയാൾക്ക് പറയാനുള്ളതാണ്, ഒന്നാമതായിട്ട് ഞാൻ ക്രിസ്തുവല്ല. ആൾക്കൂട്ടം ഒരുപക്ഷെ സ്നാപയോഹന്നാനെ ക്രിസ്തുവെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. കാരണം മരുഭൂമിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായിട്ട് ഒരു പ്രവാചകന്റെ മുഖഭാവങ്ങളോടുകൂടെ ഈ മനുഷ്യൻ കടന്നു വരികയാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുവാൻ അവരോട് പറയാനുള്ള വ്യക്തത തന്നെക്കുറിച്ച് സ്നാപയോഹന്നാനുണ്ട്. ഒരുപക്ഷെ തനിക്ക് തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായേക്കാം, താൻ ആരാണെന്നുള്ളത്. പലരും അങ്ങനെ ഉണ്ടായിരുന്നു. ക്രിസ്തു രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകന്റെ റോൾ അഭിനയിച്ചുകൊണ്ട് കടന്നുപോയ പലരും ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ സംഭവിച്ചത് എന്താണ്? ഒരുപക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ചില ആത്മീയ സിദ്ധികൾ ഉണ്ടായപ്പോൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ചില പ്രഭകൾ ഉണ്ടായപ്പോൾ അവർ തന്നെ ആരാണെന്നുള്ള വ്യക്തത നഷ്ടപ്പെട്ടു പോയി. ഞാനാണോ രക്ഷകൻ, ഞാനാണോ ക്രിസ്തു എന്ന് ധരിച്ചുപോയി. കാരണം ആത്മീയ സിദ്ധികൾ ഉണ്ടായിരിക്കുകയും സ്വന്തം ജീവിതത്തെ കണ്ടെടുക്കാനുള്ള മൗനം ഇല്ലാതിരിക്കുകയും ചെയ്ത മനുഷ്യരായിരിക്കാം ഇവർ. സ്നാപയോഹന്നാൻ ഒരു ഏകാന്ത വാസത്തിൽ നിന്നും മൗനത്തിലൂടെ രൂപപ്പെടുത്തിയ ഒരു ജീവിതത്തിൽ നിന്നും കടന്നു വരികയാണ്. ആത്മാവ് അവനെ മരുഭൂമിയിൽ ഒരു ഏകാന്ത വാസത്തിലേക്ക് കൊണ്ടുപോയി. ക്രിസ്തുവിനെയും ആത്മാവ് ആദ്യം കൊണ്ടുപോകുന്നത് ഈ മൗനത്തിലേക്കാണ്. ഇവർ രണ്ടുപേരും ഒരുപക്ഷെ മരുഭൂമിയിൽ പ്രലോഭനങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്. എല്ലാ സംഭാഷണങ്ങളിലും ചർച്ചകളിലും എല്ലാ ചിന്തകളിലും അകപ്പെട്ട് പ്രലോഭനങ്ങളൊക്കെ സാധാരണമായി മാറുന്നു. യഥാർത്ഥത്തിൽ പ്രലോഭനങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം മനസ്സിന്റെ മൂർച്ച നഷ്ടപ്പെടുന്നു. ഇവിടെ മനസ്സിന് മൂർച്ചയുള്ളൊരു മനുഷ്യൻ ക്രിസ്തു, മറ്റൊരാൾ സ്നാപയോഹന്നാൻ. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തത, ഞാൻ ക്രിസ്തുവല്ല, പിന്നെ ഞാൻ ആരാണ്? മരുഭൂമിയിൽ
അവന് വഴിയൊരുക്കുവനെന്ന് വിളിച്ചു പറയുന്ന സ്വരം, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ വ്യക്തതയിലൂടെ അയാൾ പ്രവേശിക്കുകയാണ്. ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയതും ഈ വ്യക്തതയാണ്. നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് വിളി കേട്ട് ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ പിന്നാലെ വരികയാണ്. എങ്കിലും തങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം അവർക്ക് മനസ്സിലാകാത്തതിനാൽ, യഥാർത്ഥ വ്യക്തതയിലേക്ക് പ്രവേശിക്കാത്തതിനാൽ കാൽവരിയോളം അവന്റെ പിന്നാലെ നടക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഉള്ളിലെ സാധ്യതകൾ, ആത്മീയ സാധ്യതകൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രലോഭനങ്ങളെ തിരിച്ചറിയാതെ അവർ ഗത്സമേനിയിൽ മയങ്ങി. അവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യം വ്യക്തിപരമായ ഒരു മൗനത്തിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. പകരം അവർ തർക്കങ്ങളിലും ചർച്ചകളിലുമായിരുന്നു. ഞങ്ങളിൽ ആരാണെന്ന് വലുത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ടാകാം. പല കാര്യങ്ങളിലും അവരിങ്ങനെ അലോസരപ്പെട്ട് കഴിയുന്നു. ഒടുവിൽ ഇവർക്ക് നഷ്ടപ്പെടുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ആ ത്വരയാണ്. എല്ലാ മേഖലകളിലും അവർക്ക് ഒരുപക്ഷെ ക്രിസ്തുവിൽ നിന്ന് കണ്ടെടുക്കേണ്ടിയിരുന്നത് ക്രിസ്തു പോയ ഏകാന്ത സ്ഥലങ്ങളും വിജനതകളും അവൻ കടന്നുപോയ മൗനങ്ങളുടെ ആഴങ്ങളുമായിരുന്നു. ബൈബിളിൽ ഈ മൗനത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നുപോയി ശക്തമായ തിരിച്ചുവരവ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. സ്നാപയോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചെടുക്കുന്നതാണ് സക്കറിയ എന്ന് പറയുന്ന പിതാവിന്റെ ആ പുരോഹിതന്റെ മൗനം. ദേവാലയത്തിലെ ഉള്ളിലേക്ക്, വിശുദ്ധ ഇടത്തിലേക്ക് പ്രവേശിച്ച് ധൂപാർച്ചന നടത്താൻ കടന്നുപോയ ഈ സക്കറിയായ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. തനിക്ക് ജനിക്കാൻ പോകുന്ന മകനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് അവിശ്വസിക്കുക നിമിത്തം അദ്ദേഹത്തിന്റെ അധരമടഞ്ഞു പോകുന്നു. പിന്നീട് ധൂപാർച്ചന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഈ സക്കറിയ സംസാരിക്കുന്നില്ല. ഇതൊരു ശിക്ഷ എന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഒരു മൗനം ആവശ്യമായിരുന്നു. ഈ മനുഷ്യന്, ഈ പുരോഹിതന് ഒരു നീണ്ടകാലത്തെ മൗനം ആവശ്യമായിരുന്നു. ഒരു മഹത്തായ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ദൈവം മനസ്സിൽ കരുതി വച്ചിരിക്കുന്ന, ക്രിസ്തുവിന്റെ രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഒരു പ്രാർത്ഥനയുടെ മൗനം ആവശ്യമായിരുന്നു. ഇതാ ഈ അമ്മ 5 മാസത്തേക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി താമസിക്കുന്നു. ഈ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് ഈ അമ്മയും ഒരുപക്ഷെ ഒരു മൗനത്തിലേക്ക് മാറുന്നു. ഒരു ഏകാന്തതയിൽ ഇവർ കഴിച്ചു കൂട്ടുന്നു. ഈ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞിന് എന്ത് പേരിടണം? പതിവനുസരിച്ച് സക്കറിയ എന്നൊരു പേരിടുമ്പോ ഈ അമ്മ പറയുന്നു, ഇല്ല, അവന്റെ പേര് യോഹന്നാൻ എന്നിടണമെന്നാണ്. ഇതെന്തുകൊണ്ട് ഈ പേര്? ഈ സമയത്ത് മൂകനായ സക്കറിയയോട് ചോദിക്കുമ്പോൾ ഒരു എഴുത്ത് പലകയിൽ അദ്ദേഹവും എഴുതി കാണിക്കുന്നു, യോഹന്നാൻ. ഈ മകനെ കുറിച്ചുള്ള ഒരു വെളിപാടുമായി ഇതാ അമ്മയും മകനും, അമ്മയും ഈ കുഞ്ഞിന്റെ പിതാവും കടന്നു വരികയാണ്. മൗനത്തിൽ നിന്ന് ഇവർ പഠിച്ചെടുക്കുകയാണ്. യോഹന്നാന്, ഈ സക്കറിയായ്ക്ക് നേരത്തെ തന്നെ വെളിപാടുണ്ടായിരുന്നു യോഹന്നാൻ എന്ന് പേരിടണമെന്ന്. എന്നാൽ ഈ പേര് വെളിപ്പെടുത്താൻ അയാൾ കഴിഞ്ഞില്ല. ഒരു മൗനത്തിലൂടെ അയാൾ കടന്നുപോയി. ഈ മൗനത്തിൽ വെച്ച് ഈ കുഞ്ഞിനെ കുറിച്ച് അയാൾ കൂടുതൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ മൗനം യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തോട് സംസാരിക്കുന്നതായിരുന്നു. പിന്നീട് സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള നീണ്ട പ്രവചനങ്ങളാണ് ഈ മനുഷ്യൻ നടത്തുന്നത്. ഈ കുഞ്ഞ് ആരായിത്തീരാം? ഒരു നീണ്ടകാലത്തിലെ മൗനത്തിനൊടുവിൽ ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. അപ്പോൾ ദൈവത്തിന്റെ വെളിപാടുകൾ സംസാരിക്കാൻ, ഒരാളെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച്, ഒരു കാലത്തെക്കുറിച്ച് ഒക്കെയുള്ള ദൈവത്തിന്റെ വെളിപാടുകൾ സംസാരിക്കാൻ അതിന് മുന്നോടിയായ ഒരു മൗനം ആവശ്യമാണ്. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിന് പേരിടുവാൻ, തന്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുവാൻ, തന്റെ കുഞ്ഞിനെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഒരു ഏകാന്തത ആവശ്യമാണ്. ഈ മൗനത്തിലൂടെ ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തുകയാണ്. ബൈബിളിൽ നമ്മൾ കാണുന്ന മൗനത്തിന്റെ ഉപാസകയായ മറ്റൊരു സ്ത്രീയുണ്ട്, മറിയം. മൗനം ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി ജീവിച്ചത്. ഈ സ്ത്രീയുടെ പ്രത്യേകത എന്താണ്? അധികം ഒന്നും സംസാരിച്ചിട്ടില്ല, ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. എങ്കിലും ഈ സ്ത്രീ ബൈബിൾ മുഴുവൻ പടർന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു മൗനത്തിലൂടെ. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കുഞ്ഞിനെയും എടുത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരുപാട് പ്രവചനങ്ങളും ഈ കുഞ്ഞിന് സംഭവിക്കാവുന്ന ദുരന്തവും ഒക്കെ കേൾക്കുന്നു. ഈ കുഞ്ഞ് അനേകരുടെ രക്ഷയ്ക്ക് കാരണമാകും, അതോടൊപ്പം തന്നെ
നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. മറിയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ കേട്ടതെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന പ്രവൃത്തിയാണ് മൗനം. ഒരു മൗനത്തിൽ ഇവൾ അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. ആഴപ്പെട്ട ഒരു മൗനത്തിന്റെ പ്രാർത്ഥനയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഈ സ്ത്രീ ഒടുവിൽ കാൽവരിയോളം ക്രിസ്തുവിനെ അനുഗമിച്ചു. ശിഷ്യന്മാരാകട്ടെ ഈ സ്ത്രീയേക്കാൾ കൂടുതൽ ക്രിസ്തുവിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുണ്ടാകാം. എങ്കിലും ഒരു മൗനം എന്ന ഗുരുവിനെ അവർ സ്വീകരിക്കാഞ്ഞതിനാൽ ക്രിസ്തുവിനെ അവസാനം വരെ എല്ലാ വഴികളിലും അനുഗമിക്കാൻ സാധിച്ചില്ല. ഒന്ന് ചിന്തിക്കാൻ നമുക്കിങ്ങനെ, ഈ മറിയം എങ്ങനെയാണ് പഠിച്ചത്? മറിയത്തെ വിട്ട് ക്രിസ്തു പോകുന്നു, ക്രിസ്തു പലയിടങ്ങളിലും പഠിപ്പിക്കുന്നു, ആൾക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും ഒക്കെ. ഈ മറിയം എങ്ങനെ പഠിച്ചു? മറിയം ഇതെല്ലാം പഠിച്ചത് ഒരു മൗനത്തിൽ നിന്നാകാം. ഒരു മനുഷ്യൻ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നത് മറ്റൊരാൾ ഒരു മൗനത്തിലൂടെ പഠിക്കുന്നു. അപ്പൊ മൗനമെന്ന് പറയുന്നത് ഗുരുവാണ്, ഒരാളുടെ ഗുരുവാണ് മൗനം. മൗനമെന്ന് പറയുന്ന ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തണം. മൗനത്തിന്റെ വേളകൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി മൗനമെന്ന ഈ ഗുരുവിനെ കണ്ടെത്തുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ എത്ര ഗുരുക്കന്മാർ ആവർത്തിച്ച് നമ്മളോട് സംസാരിച്ചാലും അവരുടെ വാക്കുകൾക്ക് നമ്മളെ ജീവിതത്തെ തൊടാനാവില്ല. ഒരുപക്ഷെ അതാണ് നമ്മുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരുപാട് വചനപ്രഘോഷണങ്ങളും ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുമുള്ള നാട്ടിൽ തുടരെയുള്ള ഈ പ്രഘോഷണങ്ങൾക്കൊക്കെ ഒടുവിൽ ഒരുപാട് പേർ ആവർത്തിച്ച് നല്ല കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടും കൃത്യമായ ജീവിതത്തിന്റെ വേർതിരിവുകൾ നടക്കാത്തത്, കൃത്യമായി വഴിമാറി പൂർണ്ണമായി നന്മയുടെ ഭാഗം ചേർന്നുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് ഗുരുക്കന്മാരുടെ കുറവോ ഒരുപാട് സച്ചിന്തകളുടെ കുറവോ അല്ല, ഒരുപക്ഷെ മൗനം എന്നൊരു ഗുരുവിനെ കണ്ടെത്താത്തത് കൊണ്ടാണ്. മൗനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സ്വയം നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണ്. പുറത്തു നിന്ന് നമ്മൾ കേട്ടതൊക്കെ നമ്മുടെ ഉള്ളിലെ മൗനം രൂപപ്പെടുത്തുന്ന പ്രാർത്ഥനാ നിർഭരമായ ഒരവസ്ഥയിൽ നിന്ന് മുഴങ്ങി കേൾക്കാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനെ മാറ്റാൻ സാധിക്കാത്തത്. ഈ മൗനം ഒരു ജാഗ്രതയാണ്. ദേവാലയത്തിലെ വിശുദ്ധ ഇടത്തിൽ ഉറങ്ങുന്ന സാമുവേൽ എന്ന ബാലൻ ഒരു വിളി കേൾക്കുന്നു, സാമുവേൽ. അവൻ എഴുന്നേറ്റ് ഗുരുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നു. ഗുരു പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചില്ല. വീണ്ടും ഈ വിളി കേട്ട് ഓടിച്ചെല്ലുന്നു. ഒടുവിൽ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്, ഇനി നീ വിളി കേൾക്കുകയാണെങ്കിൽ കർത്താവെ അങ്ങ് അരുൾ ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയുക. മൗനം ഇതാണ്, ഒരു ജാഗ്രത. ഏതുറക്കത്തിലും ദൈവം നമ്മളെ വിളിക്കുന്നത് കേൾക്കാൻ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ഉണർവ്. എല്ലാ ആൾക്കൂട്ടങ്ങളിലായിരിക്കുമ്പോഴും ദൈവം വിളിക്കുന്നത് കേൾക്കാൻ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ഉണർവ്, ഒരു ജാഗ്രത. ഇതൊരു ശ്മശാന മുഖതയല്ല, ഒന്ന് മാറി സംസാരിക്കാനുള്ള കൃപയാണ്. എല്ലാം നിശ്ചലമാക്കി വെറുതെ ഇരിക്കുന്ന നിർവികാരതയുടെ ഒരു അവസ്ഥയല്ല. ആൾക്കൂട്ടങ്ങളിൽ നിന്നും ചിരപരിചിതമായ മേഖലകളിൽ നിന്നും മാറി പുതിയ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഒരു ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കുന്ന 30ഓളം കുട്ടികൾ, അവരെന്നും ഒരുമിച്ച് സംസാരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരു ദിവസം ഒരാൾ മാത്രം അവിടെ, എല്ലാവരും ഒരു പിക്നിക്കിന് പോകുന്നു, ഒരാൾ മാത്രം അവിടെ അവശേഷിക്കുന്നു. അന്നയാൾ ആരോടും സംസാരിക്കാനില്ലാതാകുമ്പോൾ അടുക്കളയിലെ ശബ്ദങ്ങൾ കേൾക്കുന്നു, കുശുനിക്കാരനെ കാണുന്നു. അറിയാതെ കുശുനിക്കാരന്റെ അടുത്ത് ചെന്ന് അയാളുടെ കുശലങ്ങൾ അന്വേഷിക്കുന്നു, അയാളുമായി കുശലാന്വേഷണങ്ങൾ നടത്തുന്നു. ഇതാ പുതിയൊരു ജീവിതത്തെ അയാൾ പരിചയപ്പെടുന്നു. ചിരപരിചിതമായ ആൾക്കൂട്ടങ്ങളിലെ സംസാരത്തിൽ നിന്ന് മാറിയപ്പോൾ പുതിയൊരാളെ പരിചയപ്പെടുന്നു, പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും. പിന്നെ ആ മനുഷ്യനും അവിടെ ഇല്ലാതാകുമ്പോൾ പുറത്ത് ഒരു നായ കുരയ്ക്കുന്നത് കേൾക്കുന്നു. ഈ ഹോസ്റ്റൽ വളപ്പിൽ ഒരു നായ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്തത്. അതിന്റെ അടുക്കൽ ചെന്ന് നിന്ന് അതിനെ ഒന്ന് തലോടുന്നു. ഒരു പുതിയ പരിചയമുണ്ടാകുന്നു. ഇനി ആ നായയും അവിടെ ഇല്ല. ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു വലിയ മരം നിൽക്കുന്നു, ഒരു ഇല പൊഴിയുന്നത് കണ്ടു. ഇന്നലെ വരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈ വൃക്ഷം എന്നും ഇവിടെ നിൽക്കുന്നത്. ആരോടും സംസാരിക്കാനില്ലാതെ വന്നപ്പോൾ അന്നവൻ ആ മരത്തോടൊന്ന് സംസാരിച്ചു. അവൻ ആ മരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഇങ്ങനെ മാറി മാറി പുതിയ മേഖലകളിലേക്ക് സംസാരിച്ചു തുടങ്ങിയാണ്. ഒടുവിലിതാ ഒന്ന് മിഴിപൂട്ടിയിരുന്നു. ഇപ്പോൾ
സുഹൃത്തുക്കളില്ല, കുരയ്ക്കുന്ന നായയില്ല, മരമില്ല, ആരുമില്ല. മിഴിപൂട്ടിയിരുന്നപ്പോൾ മൗനം മാത്രം. എല്ലാം കടന്നുപോയി. ഇപ്പോൾ സംസാരിക്കുന്ന ദൈവത്തോട്. ഇങ്ങനെ ചിരപരിചിതമായ മേഖലകളിൽ നിന്ന് മാറി മാറി ആൾക്കൂട്ടങ്ങളും ഈ പ്രപഞ്ചവും കടന്ന് ദൈവത്തിന്റെ മനസ്സുമായി സംസാരിക്കുന്ന ഒരു ആഴപ്പെട്ട ജീവിതാവസ്ഥയാണ് മൗനം. ഈ മൗനം നമ്മളെ ഒരു പുതിയ ഉണർവിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ഒരു യുദ്ധത്തിനായി പുറപ്പെട്ട മനുഷ്യൻ സ്പൊളേറ്റോ എന്ന താഴ്വരയിൽ പനി പിടിച്ച് വിശ്രമിക്കുന്നു. ഈ വിശ്രമവേളയിൽ ഇദ്ദേഹം ഒരു സ്വരം കേൾക്കുന്നു. ഫ്രാൻസിസ്, യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നു ഉചിതം. യജമാനനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തിരിച്ചു വരികയാണ്. ഈ തിരിച്ചു വന്ന മനുഷ്യൻ പുതിയൊരു മേഖലയിലാണ്. പിന്നീട് ഇയാളിതാ ഏകാന്ത സ്ഥലങ്ങൾ അന്വേഷിക്കുന്നു, ഗുഹകളിലേക്ക് പോകുന്നു, അവിടെ പ്രാർത്ഥനാനിരതമാകുന്നു, പൊളിഞ്ഞുകിടക്കുന്ന സാൻ ഡാമിയാനോ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏകാന്ത വിജനമായ മേഖലകളിലൂടെ ഇദ്ദേഹം കടന്നു പോകുന്നു. ഈ മനുഷ്യൻ പിന്നീട് എല്ലാ കാഴ്ചകളും പുതിയ രീതിയിൽ കാണുന്നു. മരങ്ങളെ വിളിക്കുന്നു സഹോദരൻ മരം, പക്ഷികളെ വിളിക്കുന്നു സഹോദരി പക്ഷി. അപ്പോ എല്ലാ കാഴ്ചകളെയും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ശരിയായ അർത്ഥത്തിലും കണ്ടെടുക്കാൻ ഒരു മൗനം ഇയാളെ പ്രേരിപ്പിക്കുന്നു. ഒരു മൗനത്തിലൂടെ നമ്മളും ഈ കാഴ്ചകളിലേക്ക്, എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക്, എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിലേക്ക്, നമ്മുടെ നിരന്തര സംഭാഷണങ്ങളിലേക്കൊക്കെ നമുക്ക് തിരിച്ചു വരാം. പക്ഷെ ഒരു മൗനത്തിലൂടെ കടന്നു വരുമ്പോൾ അതിൽ ശരിയും തെറ്റും വേർതിരിച്ചറിയുന്നു. അതിൽ ആഴങ്ങൾ കണ്ടെത്താൻ പറ്റുന്നു. അതൊരു മനുഷ്യന് ഉപയുക്തകരമായ രീതിയിൽ ഓരോന്നും ക്രമീകരിക്കാൻ പറ്റുന്നു. മനസ്സ് മൂർച്ചയുള്ളതാക്കുന്നു. ഒരു മരം വെട്ടുകാരന്റെ കഥ ഇങ്ങനെയാണ്. രണ്ടുപേർ ഒരുമിച്ച് നിന്ന് മരം വെട്ടാൻ തുടങ്ങി. അവർ ചിന്തിക്കുകയാണ്, ആരാണ് കൂടുതൽ മരം വെട്ടുന്നത്? വൈകുന്നേരം ആയി കഴിയുമ്പോൾ കൂടുതൽ മരം വെട്ടുന്നത് ആരാണ്? ഒരാൾ ഒട്ടും വിശ്രമിക്കാതെ വളരെ വേഗത്തിലും വളരെ ശക്തിയിലും ആവർത്തിച്ച് വെട്ടിക്കൊണ്ടേയിരുന്നു. മറ്റേയാളാകട്ടെ ഇടയ്ക്കിടയ്ക്ക് മാറിയിരുന്ന് വിശ്രമിക്കുന്നതും കാണുന്നുണ്ട്. വീണ്ടും വിശ്രമം കഴിഞ്ഞയാൾ മരം വെട്ടി തുടങ്ങും. രണ്ടുപേരും മരം വെട്ടി ഒടുവിൽ വൈകുന്നേരമായപ്പോൾ വൈകുന്നേരം മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്, മാറിയിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചയാൾ കൂടുതൽ മരം വെട്ടിയിരിക്കുന്നു. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിച്ചയാൾ വളരെ കുറച്ച് മരം വെട്ടിയിരിക്കുന്നു. ഇതെങ്ങനെ? വിശ്രമിച്ചയാളോട് ചോദിക്കുന്നു, ഇത്രയേറെ വിശ്രമിച്ചിട്ടും ഇതെന്താണ് ഇത്ര കൂടുതൽ മരം വെട്ടിയത്? അപ്പൊ അയാൾ പറയുന്നു, ഞാൻ വിശ്രമിക്കുമ്പോൾ അത് വെറുതെ ആയിരുന്നില്ല. വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മഴുവ് മൂർച്ചപ്പെടുത്തുകയായിരുന്നു. ഈ വിശ്രമം, മൗനമെന്ന് പറയുന്നത് ഇതുപോലെ മനസ്സിനെ മൂർച്ചപ്പെടുത്തുന്ന ഒരു വിശ്രമമാണ്. മനസ്സിന് മൂർച്ച നൽകുന്ന ഒരു വിശ്രമം. ഈ ഒരു മൗനത്തിലേക്ക് നമ്മൾ കടന്നു വരിക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ചിലരെയൊക്കെ സൗഖ്യപ്പെടുത്തുന്നതിന് ശേഷം ക്രിസ്തു പറയുന്നു, നിങ്ങളിത് ആരോടും പറയരുത്. അപ്പോൾ കിട്ടിയ സൗഖ്യങ്ങൾ പോലും പൂർണ്ണത പ്രാപിക്കേണ്ടതൊരു മൗനത്തിലാണ്. ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പല അനുഗ്രഹങ്ങളും പൂർണ്ണത പ്രാപിക്കുവാനായിട്ട് ഈ അനുഗ്രഹങ്ങൾ നേടിയെടുത്ത നമ്മൾ ഒരു മൗനത്തിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഇനി ഏറ്റവും ഒടുവിൽ ചിന്തിക്കാം, നമുക്കൊരാൾക്ക് നൽകാനാവുന്ന ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഒടുവിലത്തേതുമായിട്ട് ഈ മൗനമാണുള്ളത്. സ്കൂളിൽ അസംബ്ലിക്ക് ബെല്ലടിച്ച് പറയുന്നതാണ്, കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ അപ്പൻ മരിച്ചു, എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് ഒരു നിമിഷം മൗനമായി നിൽക്കാം. ഒരു നാടിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആ സന്തോഷത്തിന് നമുക്ക് എന്താണ് നൽകാൻ പറ്റുന്നത്? ഒരു നിമിഷം മൗനമായിട്ട് നിൽക്കാം. അപ്പോൾ മൗനത്തിന് സ്നേഹത്തിന്റെയും അർത്ഥമുണ്ട്. ഒടുവിൽ നമുക്ക് കൊടുക്കാനുള്ളത് ഈ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയൊക്കെ മൗനമാണ്. അതുകൊണ്ട് നമുക്കൊരു പക്ഷേ പരിശീലിച്ചെടുക്കേണ്ടത് ഈ മൗനമാണ്. വീട്ടിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാവുന്നത് ഈ മൗനത്തെക്കുറിച്ചായിരിക്കാം. പ്രാർത്ഥനയെക്കുറിച്ച് എന്നതിനേക്കാൾ മൗനത്തെക്കുറിച്ചായിരിക്കാം. കാരണം മൗനത്തിൽ നിന്ന് പ്രാർത്ഥന തനിയെ ജനിക്കുന്നു. TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട്, പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിരപരിചിതമായ പ്രാർത്ഥനകൾ ചൊല്ലിത്തീർത്തേക്കാം. പക്ഷെ ഒന്ന് സ്പർശിക്കാതെ പോകും. പക്ഷെ ഒന്ന് മൗനമായിരിക്കാൻ പറഞ്ഞാൽ ഈ പ്രാർത്ഥനകൾ അർത്ഥപൂർണമായി ചൊല്ലാം. ഇല്ലെങ്കിൽ പുതിയ പ്രാർത്ഥന ഉടലെടുക്കാം. അതുകൊണ്ടൊരു മൗനത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ക്ഷണം ദൈവം നമുക്ക് നൽകുന്നു. ശിഷ്യന്മാർക്ക് ഏറ്റവും ഒടുവിൽ ക്രിസ്തു കൊടുത്തതും അതാണ്. ഒരുപാട് പ്രവർത്തിച്ച് പിശാചുക്കൾ ഇതാ
നിലം പതിക്കുന്നതും രോഗികൾ സുഖപ്പെടുന്നതുമൊക്കെ അവർ കണ്ടു. അവരും ഇതൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് മടങ്ങിയെത്തിയ ശിഷ്യന്മാരോട് ക്രിസ്തുവിന് ഒടുവിൽ പറയാനുള്ളത് എന്താണ്? ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കുവിൻ. ഇനിയും ജീവിതത്തിൽ ഒരു മൗനത്തിന് ആവശ്യമുണ്ട്. ഒരു ആഴപ്പെട്ട മൗനത്തിലേക്ക് ഒക്കെ നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. ഈ മൗനത്തിൽ നിന്ന് ഒരു ജീവിതത്തിലേക്ക് മടങ്ങിയെത്താം. പ്രാർത്ഥനയുടെ, സ്നേഹത്തിന്റെ ഒരു മൗനം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടട്ടെ. നമുക്ക് അല്പനേരം മിഴിയടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ ആൾക്കൂട്ടങ്ങളിലും എല്ലാ ശബ്ദ കോലാഹലങ്ങളിലും അകപ്പെട്ട് ഞങ്ങൾ ഉഴറിപ്പോകാറുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തത, എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഉള്ള ദിശയറിയാതെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇടറി നിൽക്കുന്നു. പല ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉറഞ്ഞുകൂടുന്നു. ഒന്നിനെക്കുറിച്ചും ഉള്ള സത്യാവസ്ഥകൾ തിരിച്ചറിയാനുള്ള കൃപ നഷ്ടപ്പെട്ടവരായി കഴിയുന്നു. കർത്താവെ, മൗനത്തിന്റെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകാന്ത വിജനമായ ഇടങ്ങൾ അന്വേഷിച്ച് ജീവിതത്തിൽ ഇടയ്ക്കിടെ മൗനമായിരിക്കുന്ന ഇടവേളകളിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മൗനത്തിന്റെ ആഴം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവ് ഈശോയെ, അവിടുത്തെ ആണിപ്പഴുതുള്ള കരം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കണമേ. മൗനത്തിന്റെ ഊർജം കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചാരത്തിരുന്ന് കാണാം കരയാം, താതന്റെ നെഞ്ചോട് ചാരിക്കിടക്കാ, സ്നേഹത്തിൻ എരിത്തി ചെടിയുടെ ചൂടേറ്റ് ഉള്ളിൽ ഒരു സ്നേഹജ്വാല തെളിക്കാം.